ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഡേ 5 ആണല്ലേ, മാജിക്കൽ 28 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 5 ആണിന്ന്. ഡേ 4 വരെ നിങ്ങൾ എല്ലാവരും ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെസ്സേജുകൾ കമന്റ് ബോക്സിൽ ഇടുക. 1 to 4 ഡൺ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എല്ലാവരും 1 തൊട്ട് 4 വരെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡേ 4 വരെയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. 28 ഡേയ്സും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ഗ്രാറ്റിറ്റ്യൂഡിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴാണോ നമ്മൾ കൂടുതലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാവരും അത് ഡെയിലി ഒരു റൊട്ടീൻ തന്നെ ആക്കി മാറ്റുക, നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന മാജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച പണത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പണമില്ലെങ്കിൽ നമുക്ക് യാതൊരു കാര്യവും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. പണത്തിന് അത്രമാത്രം നമുക്ക് പ്രാധാന്യമുണ്ട്. നമ്മളിപ്പം വിചാരിക്കും, എന്റെ കയ്യിൽ അതിനും വേണ്ടി പണമൊന്നുമില്ല, എനിക്ക് അതിനും വേണ്ടി പണമൊന്നും പ്രപഞ്ചശക്തി തന്നിട്ടില്ല, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്റെ കയ്യിൽ ഒരു പൈസ വന്നാലും നിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വിചാരിച്ചതിന്റെ അത്ര പൈസയൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല, പൈസ ഉണ്ടാക്കിയാൽ തന്നെ അത് കയ്യിൽ നിൽക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യവും ഇല്ലായ്മ പറച്ചിലുമായിട്ട് നിങ്ങൾ നടക്കുന്നവരാണോ? അത് ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഒരിക്കലും നമ്മൾ കയ്യിലുള്ള ധനത്തിന് നമ്മൾ നന്ദി പറയുക എന്ന് പറയുമ്പോഴും 1 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ? 1 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ധനത്തിന് നിങ്ങൾ നന്ദി പറയണം. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുന്നു വരെ നമ്മൾ പണം കൊണ്ട് നേടിയിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ടല്ലേ. എഡ്യൂക്കേഷൻ കിട്ടിയില്ലേ, നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ലേ, നമുക്ക് നല്ല വസ്ത്രങ്ങളില്ലേ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഇത്രയും നാളും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം അവർക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലേ. ഇതെല്ലാം നമുക്ക് പണം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേടിയിട്ടുണ്ട്. നമുക്കൊരു വീടുള്ളവരുണ്ട്. ഇൻ കേസ് വാടക വീടാണെങ്കിൽ പോലും അതിന് കൊടുക്കാനുള്ള പണം നമുക്ക് കിട്ടുന്നില്ലേ. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മൾ പണമില്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ലല്ലേ. അപ്പം അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് ഈ പണം എന്ന് പറയുന്നത്. അതിന് നന്ദി പറയുക. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് കിട്ടുന്ന ഓരോ രൂപയ്ക്കും നമ്മൾ നന്ദി പറയുക, എടുത്തെടുത്ത് പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണം കൊണ്ട് നേടിയിട്ടുള്ള സകല കാര്യങ്ങൾക്കും നമ്മൾ ഓരോന്നായിട്ട് ഓർത്തെടുത്ത് നമ്മൾ നന്ദി പറയുക. ഈവൻ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകള്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഫുഡ്, നമ്മുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ സൗകര്യങ്ങളും ഓരോന്നായിട്ട് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ് നന്ദി പറയുക. പണത്തിന് നമ്മൾ നന്ദി പറയുക. എന്താ പറയാനാ, നമ്മൾ പൈസ ഉള്ളവരായിക്കൊണ്ട് നമ്മൾ പൈസ ഇല്ലാത്തവനെ പുച്ഛിക്കാൻ പാടില്ല. നമ്മൾ അവരെ എന്താ പറയാനാ, പണം ഇല്ലാത്തതിന്റെ പേരിൽ ഒരാളെ പോലും നമ്മൾ വില കുറച്ച് കാണരുത്. നമ്മൾ എത്രത്തോളം നമുക്ക് പൈസ ഉണ്ടാവുന്നുണ്ടോ അത്രത്തോളം നമ്മൾ എളിമയിൽ ജീവിക്കുക. നമ്മൾ ആ പൈസക്ക് വാല്യൂ കൊടുക്കുക. വിചാരിച്ചിട്ട് അഹങ്കാരം കാണിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ. പൈസ ഇല്ലാത്തവനെ കാണുമ്പോൾ അവന് പുച്ഛമാണ്. അവനെ കൊണ്ട് എന്തിനു കൊള്ളാം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. ചിന്തിക്കാനേ പാടില്ല. നമ്മൾ പൈസ ഇല്ലാത്തവനെയും പൈസ ഉള്ളവനെയും എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ കാണുക. എല്ലാവരുടെ ഉള്ളിലും കഴിവുകളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പ്രപഞ്ചശക്തി കഴിവുകൾ കൊടുത്തിരിക്കുന്നത്. ചിലർ എന്തു ചെയ്യും, അതിനെ യൂട്ടിലൈസ് ചെയ്യും. ചിലർക്ക് അതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാവും മൈൻഡിൽ. അപ്പോഴേ അവരവിടെ സ്റ്റക്കായി നിന്ന് പോകും. അവർക്ക് ഒരുപാട് പൈസ കയ്യിൽ വരും, പക്ഷെ ഒന്നും കയ്യിൽ നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ശീലമാക്കുക. പണത്തിന് വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ശീലമാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ 1 രൂപയാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ആയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മൾ ചെയ്യുമല്ലോ. അങ്ങനെ പാടില്ല. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. നമ്മളൊരു കടയിൽ ചെന്ന് എല്ലാം കൂടെ വാരി വലിച്ചെടുത്ത് എടുത്തിട്ട് അവസാനം ബില്ല് കാണുമ്പോൾ അയ്യോ ഇത്ര ആയോ, ഞാൻ ഇത്ര എടുക്കാനാ വന്നത്. അങ്ങനെയല്ല. നമ്മൾ എല്ലാത്തിലും നമ്മൾ മിതത്വം പാലിക്കുക. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. ആവശ്യത്തോടു കൂടി ആ മണി നമ്മൾ കൊടുക്കുക. ഓക്കെ, അതിന്റെ ഒരു 100 ഇരട്ടി നമ്മളിലേക്ക് വരും. നമ്മൾ
വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ മണിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു 100 ഇരട്ടിയായിട്ട് അത് നമ്മളിലേക്ക് വന്ന് എത്തുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ധനത്തിന് നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക. നിങ്ങൾ രാവിലെ ഉണർന്ന് നിങ്ങളുടെ പേഴ്സിനകത്ത് പൈസ ഉണ്ടാവുമല്ലോ, ഇൻ കേസ് പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉള്ള ഓരോ തുട്ട് നാണയങ്ങൾക്കും നിങ്ങൾ എടുത്തെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല ഐശ്വര്യങ്ങൾക്കും കാരണക്കാരനായ ഈ പൈസക്ക് നിങ്ങൾ നന്ദി പറയുക. അതൊരു ശീലമാക്കുക. നന്ദി പറയുന്നത് ശീലമാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നെ അനുഭവിച്ചറിഞ്ഞ് നിങ്ങളത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ. ഇപ്പം ഡേ 1 നമ്മൾ പറഞ്ഞു കുറിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഡേ 2 അത് നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള 5 പേരെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. ഈ 5 പേരും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് എഴുതിക്കൊണ്ട് അവർക്ക് നന്ദി പറയുക എന്ന് പറഞ്ഞു. വീട്ടിൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞല്ലേ, നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജേണൽ എഴുതി. ഇനി നമ്മൾ ഡേ 4 നമ്മൾ മാജിക്കൽ റോക്ക് വെച്ചിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു. നമ്മുടെ അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മളെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞു അല്ലെ ഡേ 4. ഇനി ഡേ 5 നമ്മൾ ധനത്തെ കുറിച്ചുള്ള പണത്തിന് നമ്മൾ നന്ദി പറയുകയാണ്. ഓക്കെ, 6 ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിരിക്കുക. അതുപോലെ തന്നെ 1 to 5 വരെ ചെയ്തതായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 to 5 ഡൺ എന്ന് ചാറ്റ് ബോക്സിൽ കൊടുക്കുക. ഇനി ഡേ 1 ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഡേ 1 തൊട്ടിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് കയറി പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളുടെ വിവരങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഗ്രൂപ്പിൽ കൂടി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് എന്നെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, സക്സസ് സ്റ്റോറി വരുമ്പോഴത്തേനും നിങ്ങൾ എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവുക തന്നെ ചെയ്യും. കാര്യങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല, നിങ്ങളെ തേടി വരും. നമ്മൾ വെറുതെ ഇന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണെങ്കിലും സ്വസ്ഥതയോടെ വളരെ വിശ്വാസത്തോടെ കൂടി നമ്മൾ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Just wait for the next day 6 activities. Thank you.